ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കരുണയുള്ള ദൈവം ഒരു പ്രഭാതം കൂടി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാനും ഈ ലോകത്തായിരിക്കാനും നമുക്ക് അവസരം ഒരുക്കിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അതിശയകരമായിട്ട് ഓരോ ദിവസവും അവിടുന്ന് പുലർത്തുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മന്നയായി ലഭിച്ചിരിക്കുന്ന ഒരു തലക്കെട്ടെന്ന് പറയുന്നത് യേശു ആരാണ്. നൂറ്റാണ്ടുകളായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് യേശു ആരാണ്. കർത്താവിന്റെ ശിഷ്യന്മാർക്കും ശരിക്കും അറിയത്തില്ലായിരുന്നു യേശു ആരാണ് എന്നുള്ളതായ ഒരു ചോദ്യം കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കാണ്. ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, മനുഷ്യര് മറ്റുള്ളവരൊക്കെ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പം ശിഷ്യന്മാര് പല അഭിപ്രായം പറഞ്ഞു. ഏലിയാവാണെന്ന് പറയുന്നു, ഇരമ്യാവാണെന്ന് പറയുന്നു, ആ പ്രവാചകന്മാരിൽ ഒരുത്തനാണെന്ന് പറയുന്നു. ഇങ്ങനെ വിവിധമായ ഉത്തരങ്ങള് അവിടെ കൊടുക്കുകയുണ്ടായി. എന്നാല് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ദൈവത്തിന്റെ ഒരു ശിഷ്യൻ പറയുകയുണ്ടായി. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അതുപോലെ തോമസും പറയുകയുണ്ടായി. എന്നാല് ഇവിടെ കർത്താവ് അപ്പോഴല്ല അവർ പറയുന്നത്, പിന്നീട് ഒരു അവസരത്തിലാണ് അത് പറയുന്നത്. എന്നാൽ കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? ഇത് ചോദിക്കാൻ കാര്യം, കർത്താവ് സ്വന്തത്തിലേക്ക് വന്നപ്പോഴ് സ്വന്തക്കാരായ ആരും കർത്താവിനെ കൈക്കൊണ്ടില്ല. കർത്താവ് യഥാർത്ഥത്തിൽ ആരാണ്? ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ ഈ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവ് ആരാണ്? നാം ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് യേശു കർത്താവിനെ നമസ്കരിക്കുന്നവരും ആരാധിക്കുന്നവരുമാണോ? അതോ വ്യക്തിപരമായിട്ട് കർത്താവിന്റെ കൃപകളും സ്നേഹവും നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യം ഇന്ന് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊന്ന് ചോദിച്ചു നോക്കാം. കർത്താവ് ആരാണ്? നൂറ്റാണ്ടുകളായിട്ട് സാത്താൻ ഈ കർത്താവിനെ അധിക്ഷേപിക്കുന്നതായ, വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതായ കാര്യങ്ങളാണ് വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ആദ്യോടന്തം കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് വെളിച്ചമായിട്ട് വന്നു. അനേകരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റുവാൻ തക്കവണ്ണം വെളിച്ചമായിട്ട് വന്നു. എന്നാൽ വെളിച്ചമായിട്ട് അവർക്ക് അതിനെ സ്വീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവർ ന്യായവിധിക്ക് യോഗ്യരാകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. കർത്താവ് ആരാണ്? കർത്താവ് സൃഷ്ടിതാവാണെന്ന് വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സൃഷ്ടിതാവാണ്. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, മനുഷ്യനെ തന്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഹാബേലിന് അവൻ വീണ്ടെടുപ്പുകാരന്റെ ഒരു കുഞ്ഞാടായിട്ടാണ് അനുഭവപ്പെട്ടത്. ഓരോ പുസ്തകങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് ആരാണെന്ന് ആ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ അവൻ മഹാപുരോഹിതനാണെന്ന് നാം പഠിക്കുന്നു. അങ്ങനെ പുസ്തകങ്ങളിൽ തന്നെ കർത്താവ് ആരാണെന്ന് വെളിപ്പെടുമ്പോൾ കർത്താവ് എനിക്കും നിങ്ങൾക്കും ആരാണ്? ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി കളിവെള്ളം ഉണ്ടാക്കി കളിക്കുന്ന ആ ഇതില് ഏർപ്പെട്ടു. എന്നാൽ ഒരു വലിയ കാറ്റ് വന്ന് നല്ല മനോഹരമായിട്ട് അവൻ ചെയ്തു വെച്ച ആ വഞ്ചി കാറ്റടിച്ചോണ്ടങ്ങ് പോയി. പേപ്പറല്ല, ഒരു ഈറ കൊണ്ടോ എന്തോ അവന് ഉണ്ടാക്കിയതാ. പക്ഷെ നല്ലപോലെ പെയിന്റ് ഒക്കെ ചെയ്ത് അവന് വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പോ വലിയൊരു കാറ്റത്ത് വെള്ളത്തിൽ കൂടെ പായിച്ച് അതിനെ അങ്ങ് ദൂരെ കൊണ്ടുപോയി. അവനത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദിവസങ്ങളോളം അവൻ തപ്പി നടന്നെങ്കിലും ആ കളിവെള്ളം അവനെ കണ്ടു കിട്ടാതെ വന്നു. അങ്ങനെ ഇരുന്നപ്പോഴ് ഒരു ദിവസം അവനിങ്ങനെ സ്കൂള് വിട്ടിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കടയില് അവൻ നിർമ്മിച്ച അതേ കളിവെള്ളം ഈ ഷോക്കേസിൽ ഇരിക്കുന്നത് കാണുകയുണ്ടായി. ആ കട ഉടമയോട് ചെന്ന് ചോദിച്ച്, ഈ കളിവെള്ളം ഇത് ഞാൻ ഉണ്ടാക്കിയതാ, എനിക്ക് തിരികെ തരുമോ? എന്റെ പൈസ തരാം, ഞാൻ വിൽക്കാൻ വെച്ചേക്കുവാ, അത് പൈസ എന്നാ നിനക്ക് തരാം എന്ന് പറയുകയുണ്ടായി. അവൻ എന്ത് ചെയ്തു? കുറെ ദിവസം എടുത്ത് അതിന് പൈസ തുട്ടുകൾ ശേഖരിച്ചിട്ട് ആ കളിവെള്ളം പോയി രണ്ടാമത് സ്വന്തമാക്കി കൊണ്ടുവന്നു. വളരെ സന്തോഷമായി. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയത്, ഞാൻ സൂക്ഷിച്ചത്, എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായപ്പോൾ ഞാൻ വില കൊടുത്തത് വാങ്ങുവാൻ തക്കവണ്ണം ഇടയായല്ലോ, എന്നാലും എനിക്കതിനെ കളയുവാൻ തക്കവണ്ണം കഴിയത്തില്ല എന്ന മനോഭാവം അവന്റെ ഹൃദയത്തിലുണ്ടായി. നമ്മുടെ സൃഷ്ടിതാവ് തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് നമ്മെ മെനഞ്ഞ് ജീവശ്വാസം നമ്മളിൽ തന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കുവാൻ നമുക്ക് എല്ലാ അവസരങ്ങളും തന്നപ്പോൾ ആദിമ മാതാപിതാക്കള് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് പർദീസ നഷ്ടപ്പെട്ടവരായി തീർന്നു. എന്നാല് കാലസമ്പൂർണത വന്നപ്പോൾ മാനവരാശിയുടെ മരണം മാറ്റുവാൻ ദൈവം വെച്ചതായ വ്യവസ്ഥ
അത് മാറ്റിക്കൂടാത്ത വ്യവസ്ഥ, മരണം, പാപത്തിന്റെ ശമ്പളം, അത് മാറ്റുവാൻ മനുഷ്യാവതാരമെടുത്ത് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരികയുണ്ടായി. അവൻ രണ്ടാമതും ഇവിടെ വന്ന് നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിച്ചു. വെറും വിലയല്ല, തന്റെ ജീവരക്തം, അവസാനത്തുള്ളി രക്തം വരെ തന്നാണ് എന്നെയും നിങ്ങളെയും സ്വന്തമാക്കിയത്. ആ കളിവെള്ളം കിട്ടിയതായ, ആ താനുണ്ടാക്കിയ കളിവെള്ളം രണ്ടാമതും വാങ്ങിയതായ ആ കുഞ്ഞിനെ പോലെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുമ്പോൾ ആ വീണ്ടെടുപ്പുകാരന്റെ സ്നേഹം എത്ര വിലയേറിയതാണെന്ന് ഒരിക്കലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ പാപത്തിന്റെ കരാളകസ്തങ്ങളിൽ അകപ്പെട്ട് അനങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലിരുന്ന നമ്മെ തന്റെ രക്തത്താലെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച് തന്റെയോടൊപ്പം ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും എന്ന വാഗ്ദത്തമുള്ളത് കൊണ്ട് ആ പറുദീസയ്ക്ക് വേണ്ടി നമുക്ക് വാഞ്ചിക്കാം. നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണം വേഗത്തിൽ വരുമെന്ന് വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ആരാണ് എന്ന് ഇന്ന് നമ്മുടെ ഹൃദയത്തോടെ ചോദിക്കാം. അവിടുന്ന് നമ്മുടെ സൃഷ്ടിതാവ്, അവിടുന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവിടുന്ന് നമ്മുടെ മറുവിലയായി നമുക്ക് വേണ്ടി നൽകപ്പെട്ടവൻ, അവിടുന്ന് നമ്മെ തേടി വന്ന ഒരു ഇടയനാണ്, അവിടുന്ന് നല്ല മുന്തിരിയാണ്. ആ വള്ളിയോട്, ആ കൊമ്പിനോട് നമ്മെ ഒരു കൊമ്പായിട്ട് ഒട്ടിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ച ഒരു തോട്ടക്കാരനാണ്. എത്ര എത്ര കാര്യങ്ങളാണ് കർത്താവ് നമുക്കായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞ് അവിടുത്തെ പാതയിൽ ജീവിക്കുവാൻ അവിടുന്ന് തന്നതായ രക്തത്തിന്റെ ശക്തിയാല് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്ന ദൈവത്തിന്റെ വലിയ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തില് അവിടുന്ന് ആരാണെന്ന് ഒന്ന് രുചിച്ചറിയുവാൻ ദൈവം ഓരോരുത്തർക്കും അനുഗ്രഹങ്ങളും അവസരങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കരുണയും കൃപയും മനസ്സലിവുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹമേറിയ ഒരു പ്രഭാതകാലത്തില് അവിടുത്തെ ജീവന്റെ വചനം കർത്താവ് ആരാണെന്നൊന്ന് തിരിച്ചറിയുവാൻ, ഒന്ന് രുചിച്ചറിയുവാൻ, അങ്ങേ ഒന്ന് കണ്ടെത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പേർക്ക് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ എളിയവർക്ക് തരുന്ന വചനങ്ങൾക്കായി നന്ദി പറയുന്ന പച്ച. ഓരോ ദിനവും അവിടുന്ന് ഈ വചനങ്ങൾ മന്ന പോലെ ഞങ്ങൾക്ക് തരുമ്പോൾ കർത്താവെ അതിൽ പുഷ്ടി പ്രാപിച്ച് വിശ്വാസത്തിന്റെ നായകനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്ത് കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിന്റെ ഓഹരിക്കാരാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അനേകം പേര് ഇന്ന് കഷ്ടത്തിലും പ്രയാസത്തിലും രോഗാവസ്ഥകളിലും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരോടൊക്കെയും അവിടുന്ന് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് കുറ്റപ്പെട്ട സഭയിലെ ബിന്ദു ജേക്കബിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്റെ മകളെ അവിടുന്ന് കരുണയോടെ കാത്തു പരിപാലിച്ചത് കൊണ്ട് നന്ദി പറയുന്നു. തുടർന്നുള്ള നാളുകളിൽ അങ്ങയ്ക്ക് വേണ്ടി ശോഭിക്കുവാൻ, അങ്ങയുടെ പാതയിൽ നടക്കുവാൻ, ദൈവം കൊടുക്കുന്ന എല്ലാ ദിനങ്ങളിലും നന്ദിയുള്ള ജീവിതം ചെയ്യുവാൻ നിന്റെ മകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ജന്മദിനമുള്ള ഓരോ മക്കളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവെ, അവിടുന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ അടിയങ്ങളും ആ വരവിൽ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാവുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ജീവന്റെ വചനങ്ങള് അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അധികം ശോഭിക്കുവാൻ, ആ വെളിച്ചത്തിലടിയങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കൃപ തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ കൃപ ഇഴകളായ എല്ലാവരെയും വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരവോളം നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം എടുക്കണം, വരവിനായിട്ട് എടുക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.